ഒരു ടിപ്പിക്കൽ ഇന്തോനേഷ്യ. Welcome to childhood memory. മലയാളത്തിന് ഇന്തോനേഷ്യക്ക് ഇത്ര കണക്ഷൻ ഉണ്ടോ? My best friend. റഫേന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. cinta mati ya. പോളിട്രോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ Polytron. ഒരു പഴയ ടൈപ്പ് റെക്കോർഡർ ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. 1986 ആ പാമ്പിനെയൊക്കെ റഫ തോളത്തിട്ടുകൊണ്ട് നടക്കുമായിരുന്നത്. റഫേൻ അതൊക്കെ ഇട്ടുകൊണ്ടായിരുന്നു കളിക്കുന്നത്. Namaskaram guys. Where is Farooq? Give me the camera. Why you take the camera? ഹലോ. അപ്പോൾ നമ്മൾ ഒന്നിച്ചേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം കേട്ടോ. ജനൽ എപ്പോഴും തുറന്നിടുക, നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ കയറാനായിട്ട്. അതിപ്പോൾ വീട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും അതങ്ങനെ ചെയ്യാം. നമ്മുടെ ഇന്തോനേഷ്യയിലെ വീടിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ നമ്മളുള്ളത്. അപ്പോൾ ഹോം ടൂർ നടത്താമെന്നുള്ളൊരു പ്ലാനിലാണ്. പക്ഷേ ഈ വീടല്ല നമ്മൾ ആദ്യം ചെയ്യുന്നത്. നമ്മുടെ റഫ വളർന്ന റഫയുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ കുറേയുള്ള നമ്മുടെ നേനേൻ്റെ ഗ്രാൻഡ്മായുടെ വീടാണ് കേട്ടോ. തൊട്ടപ്പുറത്താണ് വീട്. കാര്യം റഫ കൂടുതലും സമയം ചെലവഴിച്ചത് ആ വീട്ടിലാണ് അല്ലേ റഫ? യു സ്പെൻഡ് മോർ ടൈം ദാൻ ദിസ് ഹോം ഇൻ ദ അതർ ഹോം റൈറ്റ്? Yeah, mostly at childhood time. റഫ ചെറുതിലെ കുട്ടിക്കാലത്ത് കൂടുതൽ സമയം ചെലവഴിച്ച വീട് നമ്മുടെ നേനയുടെ വീടാണ് കേട്ടോ, ഗ്രാൻഡ്മായുടെ വീട്. അപ്പോൾ ഈ വീട് നമ്മുടെ സ്വന്തം വീട് ഹോം ടൂർ ചെയ്യുന്നതിന് മുന്നേ ആ വീട്ടിലെ ഹോം ടൂർ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. But now so many girls. കുറേ പുല്ലൊക്കെ വളർന്ന് കിടക്കാട്ടോ. ഡ്രസ്സൊക്കെ ഇങ്ങനെ ഉണക്കാനിട്ടേക്കാണ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. അപ്പോൾ ഇന്ന് വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. 12:28 ഉച്ചയാണ്. പക്ഷേ ഒരുപാട് വലിയ വെയിലോ കാര്യങ്ങളൊന്നും ഇല്ല. ഐ തിങ്ക് ഓമിസ്റ്ററിൻ ഹിയർ. റഫേനെ ഞാൻ ഉള്ളിലേക്ക് പറഞ്ഞിട്ട് കേട്ടോ. ഗ്രാൻഡ്മ ഇപ്പോൾ ഇവിടെ ഇല്ല. ഗ്രാൻഡ്മയുടെ ഒരു മകൻ്റെ വൈഫും കുട്ടികളൊക്കെയാണ് ഇവിടെ ഇപ്പോൾ താമസിക്കുന്നത് കേട്ടോ. നമ്മുടെ യൂനിസിൻ്റെ ഇത്തായൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത്. നമ്മുടെ വീട് അതാണ് കേട്ടോ. ഗ്രാൻഡ്മയുടെ ഹസ്ബൻഡ് നമ്മുടെ ഉപ്പുപ്പ മരണപ്പെട്ടതിന് ശേഷം ഇവിടെ അങ്ങനെ എല്ലാവരും വൃത്തിയാക്കത്തൊന്നുമില്ല കേട്ടോ. എപ്പോഴും മുന്നേ എപ്പോഴും റഫ എപ്പോഴും പറയും ഗ്രാൻഡ്പ ഉള്ള സമയത്ത് ഈ സ്ഥലമൊക്കെ എപ്പോഴും വൃത്തിയായിട്ടിട്ടിരിക്കുന്നു കേട്ടോ. ഫ്രണ്ടിൽ തന്നെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ ശരിക്കും യാദൃച്ഛികമായിട്ടാണ് വന്നത്. അവരോട് നേരത്തെ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റഫ ഇപ്പോൾ ഉള്ളിൽ പോയി പറഞ്ഞു കേട്ടോ ഞങ്ങൾ വീഡിയോ എടുക്കാണ് വരികയാണെന്ന്. Again? Welcome to childhood memory. റഫേൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളെല്ലാം ഉറങ്ങുന്നത് ഈ വീട്ടിലാണ് കേട്ടോ. സക്കാരം After grandpa passed away, it's become. ഐ തിങ്ക് ദിസ് ഈസ് നോട്ട് പേരക്കാമരം. ഒരു പേരക്കാമരം ഉണ്ടായിരുന്നു. അതിൽ കുറേ പേരക്കയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഗ്രാൻഡ്പ മരണപ്പെട്ടതിന് ശേഷം ആ ഒരു പേരക്കാമരവും ഭയങ്കരമായിട്ട് ഡ്രൈ ആയി എന്നാണ് റഫ പറയുന്നത്. സോ മെനി ഫ്രൂട്ട്സ്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. റഫ യു ഗോ ഫസ്റ്റ്. ദിസ് ഈസ് യുവർ ഹോം. ഇതാണ് ഊഞ്ഞാൽ. Evening, I used to sit here maybe like 4-5 p.m. to eat maybe snacks. ഓക്കെ. റഫ സ്നാക്സ് ഒക്കെ ഇവിടെ ഇരുന്നായിരുന്നു കേട്ടോ കഴിക്കുക ചെറുതിലെ. ഇപ്പോൾ പക്ഷേ ഇപ്പോൾ കുറച്ച് തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു വീടിൻ്റെ സോ ഓൾഡ് നൗ ലൈക്ക് യു. പഴയകാല ഓർമ്മകളായവർക്കണോ റഫ? You want to reminisce those memories if you can sit there. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും കുറച്ച് നേരം ഈ ഒരു ഊഞ്ഞാലിൽ ഇരുന്ന് ആടാന്ന് കേട്ടോ. ഇപ്പം നമ്മുടെ കാല് നീളമുള്ളതുകൊണ്ട് കേട്ടോ ഭയങ്കര പാടാണ് കേട്ടോ. അന്ന് ചെറുതിലാണെങ്കിൽ ഇതിനേക്കാളും രസമായിരിക്കും ഇങ്ങനെ ആടാൻ. അപ്പോൾ മതി ആടിയത് മതി. ഇറ്റ്സ് ഇനഫ് ഫോർ ടുഡേ. അപ്പോൾ നമുക്ക് ഇനി ഉള്ളിലേക്ക് പോവാം. ഫുള്ള് ജനലാണ് കേട്ടോ. ഈ ഇവിടുത്തെ ജനലിൻ്റെ ഒരു പ്രത്യേകത ജനൽ. In Indonesia, its window is jendela. ജനല Jendela. ജൻഡേല. Window is jendela. ഫോർ മലയാളം ഇറ്റ്സ് ജനാല. Okay. അപ്പം പുതിയൊരു വാക്ക് പഠിച്ചിട്ടുണ്ട് നമ്മൾ. വിൻഡോയ്ക്ക് ഇന്തോനേഷ്യയിൽ പറയുന്ന ജൻഡേല എന്നാണ്. നമ്മുടെ നാട്ടിൽ ജനാല. ഇപ്പം പഠിച്ചതാണ് കേട്ടോ. നിങ്ങൾ സാക്ഷി. ഞാൻ ഇപ്പം പഠിച്ചതാണ്. സാക്ഷി മീൻസ് വിറ്റ്നസ്. Same. Saksi. So we unlocked ടു മോർ വേർഡ്സ്. അതെ. നമ്മൾ പുതിയ 2 വാക്കും കൂടെ ഇന്ന് പഠിച്ചിട്ടുണ്ട്. സാക്ഷിയും ജനാലയും. ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് ഞങ്ങൾ ഓരോ ദിവസം ഓരോ വാക്കുകൾ പഠിക്കുന്നത്. അപ്പോൾ മലയാളത്തിന് ഇന്തോനേഷ്യക്ക് ഇത്രയും കണക്ഷൻ ഉണ്ടോ? സംസ്കൃതമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും ചിലപ്പോൾ ഈ വാക്കുകളൊക്കെ വന്നേക്കുന്നത്. ഇവിടുത്തെ ജനലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനൽ ഇങ്ങോട്ടല്ല തുറക്കുന്നത് കേട്ടോ. ജനൽ അടിയിൽ നിന്ന് മുകളിലോട്ടാണ് തുറക്കുന്നത്. ക്യാൻ യു ഷോ മീ ഹൗ ദ ജനൽ ഓപ്പൺസ്? ഇങ്ങനെയാണ് കേട്ടോ ജനലുള്ളത്. നമ്മളിവിടെ മറ്റേ സാധനം വെച്ചിട്ട് കമ്പിയൊക്കെ പോയി തോന്നും കേട്ടോ. കമ്പി കളയിപ്പോയി കേട്ടോ. അതൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഓപ്പൺ ആക്കി വെക്കും. ഇങ്ങനെയാണ് ജനലുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പതുക്കെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. ചെരുപ്പൊക്കെ ഇവിടെ അഴിച്ചിട്ട് വെൽക്കം. ഇവിടെ നമ്മുടെ ചെക്കന്മാരിരിപ്പുണ്ട്. ഇവിടുത്തെ കുട്ടികളൊക്കെ ചെറുതിൽ തന്നെ നല്ലപോലെ പുകവലിക്കും കേട്ടോ. അസ്സലാമു അലൈക്കും. Prima? Saya tahu kamu.
അവൻ്റെ ഇതിലായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ പേര്, അങ്ങനെ കണ്ടുപിടിച്ചല്ല, അവൻ എനിക്കറിയത്തില്ല. Here is the living room of this home and this is my grandpa. ഇതാണ് കേട്ടോ ലിവിങ് റൂം. ഇതാണ് നമ്മുടെ റഫേൻ്റെ ഗ്രാൻഡ് പാ, My best friend. റഫേൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു കേട്ടോ. അബ്ദുള്ള എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ റഫ ഒരു അത്ലറ്റ് ആയിരുന്നു, നീന്തൽ വിദഗ്ധയായിരുന്നു എന്നൊക്കെ. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ കുറച്ച് അവാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. This is grandma collection. ഗ്രാൻഡ്മയുടെ കളക്ഷനാണ് കേട്ടോ ഇതൊക്കെ. There is oven. എല്ലാം ഉണ്ട്. ഓവനും പണ്ട് കാലത്തെ ഓവനും പാത്രങ്ങളൊക്കെ ഉണ്ട്. Can you open? No, this is lock. ലോക്കാണ് കേട്ടോ. We need to ask grandma. പിന്നെ ഇവിടെ നമ്മുടെ ഗ്രാൻഡ്മ സുന്ദരിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. Maybe at 50 or 60. ഓ 50-60 വയസ്സുള്ള സമയത്ത് നമ്മുടെ Mom. കേട്ടോ. ഇത് നമ്മുടെ മമ്മ ആണ്. This is grandma's sister. ഗ്രാൻഡ്മയുടെ അനിയത്തി. And this is auntie. നമ്മുടെ മമ്മയുടെ മറ്റൊരു സഹോദരിയാണ്. അവരുടെ ഫോട്ടോസാണ് കേട്ടോ ഇതൊക്കെ. നമുക്കൊരു പഴയകാല സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന്. പോളിട്രോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു പഴയ ടൈപ്പ് റെക്കോർഡറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. കരോക്കെ സൗണ്ടും പിന്നെ അതിന് പറ്റിയ ഒരു ആംപ്ലിഫയറും JVCൻ്റെ പഴയ ആംപ്ലിഫയർ കേട്ടോ, JVCൻ്റെ അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ പണ്ടത്തെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ വീട്. ഞങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മളിതെല്ലാം കവർ ചെയ്യാണ്. മൗണ്ട് ഫുജി, ജപ്പാനിലുള്ള മൗണ്ട് ഫുജിയുടെ ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. വെട്ടം കുറവായതുകൊണ്ട് നമ്മൾ ഫോണിൻ്റെ ഫ്ലാഷ് ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. Most of the time people will showcase these kind of things in Karinam marriage. ഓ കല്യാണത്തിന് ഇതിനൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്ന് വെക്കുമെന്നാണ് റഫ പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് ഫ്ലാഷിൻ്റെ ആവശ്യമില്ല, കുറച്ച് വെട്ടമുണ്ട്. സോ അപ്പോൾ ഇതാണ് കേട്ടോ ലിവിങ് റൂം. പിന്നെ ഇവിടുത്തെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സംഭവമാണ് പുകവലിക്കുന്നത്. അപ്പം ഇനിയുള്ള തലമുറ മാറണം. നമ്മൾ അടുത്ത ഒരു ഹാളിലേക്ക് വന്നു കേട്ടോ. ഹാളിൻ്റെ ദൃശ്യം ഇതാണ്. ഒരു ഇന്തോനേഷ്യൻ വീടിൻ്റെ ഉള്ളിൽ ഇത് കണക്കത്തെ കുറേ അലമാരികൾ കാണും കേട്ടോ. ഇന്തോനേഷ്യയിലും അലമാരിക്ക് അലമാരി തന്നെയാണ് പറയുന്നത്. റൈറ്റ് സേ? ഇൻ ഇന്തോനേഷ്യ ഓൾസോ അലമാരി ഈസ് അലമാരി, റൈറ്റ്? ലമാരി വേണ്ട. അതിലും കുറേ പാത്രങ്ങളും സാധനങ്ങളൊക്കെ അടച്ചു പൂട്ടി വെച്ചിട്ടുണ്ട്. മുകളിൽ പെട്ടിയുണ്ട്. ഇവിടെ പൂച്ച സുഖമായി കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. സോറി കിടന്നു പോലെ. നമ്മുടെ യൂണിസിൻ്റെ യൂണിഫോം ആട്ടോ കിടക്കുന്നത്. അബ്ദുള്ള ഗ്രാൻഡ്പായുടെ വാപ്പാണ് ഇത്. വാപ്പായും ഉമ്മയാണ് കേട്ടോ, പുള്ളിക്കാരൻ്റെ വാപ്പ. അപ്പോൾ ഇത് നമ്മുടെ ഗ്രാൻഡ്പായുടെയും ഗ്രാൻഡ്മായുടെയും മാരേജിൻ്റെ കല്യാണത്തിൻ്റെ സമയത്തുള്ള ഫോട്ടോ ആണ് കേട്ടോ. ഓ ഇപ്പോഴത്തെ മകളുടെ കല്യാണ ഫോട്ടോ ആണ് കേട്ടോ ഇത്. ഇവിടെ എല്ലാം പഴയ സംഭവങ്ങളൊക്കെ ഉണ്ട്. സിയപ്പ ഇനിയും സാധനം റഫേൻ്റെ കസിൻ ആണെന്നാണ് തോന്നുന്നത്. റഫയ്ക്ക് ഓർമ്മയില്ല ഇവിടെ. അപ്പോൾ റഫയ്ക്ക് അറിയില്ല ഏത് കസിൻ ആണെന്ന്. നമ്മുടെ ഗ്രാൻഡ്പയുടെയും ഗ്രാൻഡ്മായുടെയും ഒരു ഫോട്ടോ ഇവിടെ ഉണ്ട് കേട്ടോ. റഫ ചെറുതിലെ റഫ ഉണ്ടല്ലോ, ഈ ഒരു ഫോൺ എടുത്തിട്ട് റഫയ്ക്ക് ഇതിൽ ഓർമ്മകളുണ്ടെന്നാണ് പറഞ്ഞത്. ഈ ഒരു ഫോണിലും റഫ ഈ ഫോൺ എടുത്തിട്ട് മമ്മയുടെ ഓഫീസിലോട്ട് വിളിക്കും, അയാളുടെ ഓഫീസിലോട്ട് വിളിക്കും, പിസ്സ ഹട്ടിലൊക്കെ വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വെറുതെ ഓർഡർ ചെയ്യും, സംസാരിക്കും. റഫ ഭയങ്കര നോട്ടിയായിരുന്നു കേട്ടോ ചെറുതിലെ. That time we don't have internet because I don't have phone. So we will find on newspaper. ന്യൂസ് പേപ്പറിൽ നിന്ന് നമ്പർ എടുത്തിട്ട് അതിലൊക്കെ വിളിക്കും കേട്ടോ ഇത് വെച്ചിട്ട്. Sorry. ഓക്കെ കുഴപ്പമില്ല. ചെറുതിൽ ഞാനും അമ്മമാതിരിയുള്ള പരിപാടികളൊക്കെ കുറേ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെറുതിലെ പിന്നെ ഫ്രണ്ടിൽ ഒരു കടയുണ്ട്. ആ കടയിൽ ഒരു പോസ്റ്റ് ബോക്സ് ഉണ്ട്. ഈ പോസ്റ്റ് ബോക്സിൽ ഞാൻ എഴുതിയിട്ടു ഈ പോസ്റ്റ് ബോക്സിൽ ആരും കത്തുകൾ ഇടരുത്, ഈ പോസ്റ്റ് ബോക്സിൽ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞ്. എനിക്കന്ന് 6-7 വയസ്സാണ്. ഞാനത് എഴുതി ഒരു പേപ്പർ ഇട്ടിട്ട് അതൊക്കെ ഇങ്ങനെ മടക്കിയിട്ട് ഇതിനകത്ത് പോസ്റ്റ് ചെയ്തു. പോസ്റ്റ്മാൻ വന്ന് ഇത് എടുത്തപ്പോഴത്തേക്കും ഒരു പേപ്പർ, മറ്റേ സ്റ്റാമ്പൊന്നും ഇല്ലാത്തൊരു പേപ്പർ കണ്ട മനസ്സിലായി ഏതോ പിള്ളേരുടെ ചെയ്ത കളിയാണ്. തുറന്നു നോക്കിയപ്പോൾ ഇങ്ങനെ എഴുതിയേക്കുന്നത്. അയാൾ ആ ഒരു കടയിൽ ഏൽപ്പിച്ചിട്ട് പോയി. കടക്കാരുണ്ടോ നമ്മുടെ വീട്ടിൽ തന്ന്. ഞാനാ ചെയ്തതെന്ന് അവർക്ക് അടിപൊളിയായിട്ട് മനസ്സിലായി. ചെറുതിലത്തെ ഓർമ്മയാണ് കേട്ടോ അത്. റഫ ഇവിടെ എല്ലാം അരിച്ച് പറക്കുന്നുണ്ട്. പഴയ സാധനങ്ങൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇറ്റ്സ് ഓൾഡ് വൺ. Maybe. ഓ പണ്ടത്തെ ഫോൺ നമ്പർ എന്താണ് കേട്ടോ. No, this is not phone number. This one. ഓഫീസർ ID. ചിലപ്പം ഗ്രാൻഡ് പാടെ ആയിരിക്കും അല്ലേ. മേ ബി ഇറ്റ്സ് ഫ്രം there is no brand. അബ്ദുള്ള. Yeah, this one. Abdullah Nata Kusma. This is my grandpa ID. കണ്ടോ, അബ്ദുള്ള നാത്ത കുസ്മ. He start working at അബ്ദുള്ള 1967. ഓ 1967. ഞാനിപ്പോൾ മരണപ്പെട്ടിട്ട് എത്ര വർഷമായി സായം? ഹൗ ലോങ് ഹീ പാസ്ഡ് അവേ? വല്യപ്പ 2015. 2015 മരണപ്പെട്ട ഗ്രാൻഡ്പാണ്. അപ്പോൾ ഗ്രാൻഡ്പയുടെ പഴയ സ്വത്തുക്കളൊക്കെ ഇപ്പോഴും വീട്ടിലുണ്ട് കേട്ടോ. എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ബുക്ക് അമൽ കമാത്തിയാണ്. ഇതും ഗ്രാൻഡ്പാടെ ആണ് അല്ലേ?
അപ്പോൾ മരണപ്പെട്ടവർക്കുള്ള ചാരിറ്റി അവരുടെ സംഭവങ്ങൾ എന്തോ ആണിത് കേട്ടോ. അത് ഗ്രാൻഡ് പാ അടച്ചുകൊണ്ടിരുന്നത് കേട്ടോ. പക്ഷെ അപ്പോൾ ആ ഗ്രാൻഡ് പാ ഇന്ന് നമ്മളോട് ഇല്ല. നമ്മൾ ഓർക്കേണ്ട സംഭവമാണ്. I think we should have worked with this like so we can have so many his memories documents. ഇന്തോനേഷ്യയിൽ കരമടച്ച രസീതാണ് 1986. 1986 നമ്മുടെ റഫേൻ്റെ ഗ്രാൻഡ് പാ only 3,000 ആണ് വീടിന് കരമടച്ച രസീതാണ് കേട്ടോ ഇത്. അത് എത്രയാണ് രൂപ? 3,116. ഏകദേശം 15 രൂപയൊക്കെ ഇതിന് വില വരുന്നുള്ളൂ കേട്ടോ. 10-12 രൂപ. 12 രൂപയാണ് അവർ ഈ വീടിന് കരമടച്ചേക്കുന്ന രസീത്. Later we can calculate the index. നമ്മൾ കുറേ സാധനങ്ങൾ ഈ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുന്നുണ്ട്. ഹോം ടൂർ അല്ലേ ഇത്? ഇത് ശരിക്കും റൈഡാണ്, റൈഡ്. നമ്മൾ ഇന്തോനേഷ്യയിലെ റഫേൻ്റെ നമ്മളിവിടുത്തെ റഫേൻ്റെ വെല്ലുപ്പാൻ്റെ വീട് റൈഡ് ചെയ്യാണ് കേട്ടോ. ദിസ് ഈസ് ലൈക്ക് റൈഡ്. ടാക്സ് ഓഫീസേഴ്സ് വിൽ ഡു റൈഡ്. ജനലൊക്കെ ഈ രീതിയിലാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ജനലുണ്ട്. പക്ഷെ കൂടുതലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കമ്പികൾ നേരെയും കുറുക്കേ ആയിരിക്കുമല്ലോ. ഇവിടെ കുറച്ചും കൂടെ അവർ സുന്ദരമാക്കി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവഴി ആൾക്കാർ കൈയിട്ട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാം പുറത്തുനിന്ന്. പീപ്പിൾ ക്യാൻ സ്റ്റീൽ സംതിങ് ഫ്രം ഔട്ട് സൈഡ് ബിക്കോസ് ദേ ക്യാൻ. ബട്ട് ഇൻ കേരള പറ്റില്ല. കാരണം ചെറിയ കള്ളികളായിരിക്കും. സ്മോൾ ഒരു ടിപ്പിക്കൽ ഇന്തോനേഷ്യൻ വീടിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളാണ് ഇതെല്ലാം കേട്ടോ. പിന്നെ ഇത് അടുക്കളയാണെന്ന് തോന്നുന്നു. ദിസ് ഈസ് കിച്ചൺ സൈഡ്. ഇത് കിച്ചണാണ്. ഇത് ഡൈനിങ് ഏരിയ ആണ് കേട്ടോ. ഇവിടെ ആരും ഇരിക്കില്ല ഇപ്പോൾ. ഇവിടെ പഴയ സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ചേക്കുന്ന സ്ഥലമാണ് കേട്ടോ. എന്താ ലിവിങ് റൂമൊക്കെ അത്യാവശ്യം വലുതാണ് കേട്ടോ. ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് ബിഗ്. ഇവിടെ ഒരു കാർപ്പറ്റ് ഇട്ടേക്കും. ടി വി എല്ലാം അവിടെ ആയിരുന്നു ഇരുന്നത്. അപ്പോൾ റഫ വന്ന് കാർപ്പറ്റും പില്ലോയും നല്ല മജിലിസ് പോലെ, ലൈക്ക് മജിലിസ്. ഓക്കെ, ഇവിടെ കിടന്നുകൊണ്ടാണ് റഫ എപ്പോഴും ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്നത്. ഇവിടെ ആയിരുന്നു ടി വി ഒക്കെ സെറ്റ് ചെയ്തിരുന്നത്. ശരിയാ, ഇവിടെ പ്ലഗ് ഉണ്ട്. ഇറ്റ്സ് ഫോർ ടി വി. ഇനി റഫയുടെ നമുക്ക് റഫേൻ്റെ ബാക്കി ഓർമ്മകൾ ചോദിക്കാനുണ്ട്. ഗ്രാൻഡ് പേയും ഗ്രാൻഡ് മയും ഈ വീടും ഒക്കെ ആയിട്ടുള്ള. അത് നമുക്ക് പുറത്ത് ഇരുന്ന് നമുക്ക് ചോദിക്കാം കേട്ടോ. നമ്മളെ ഊഞ്ഞാലിൽ ഇരുന്നിട്ട് നമുക്ക് ആ കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ നമുക്ക് റഫേനെ ഇൻ്റർവ്യൂ ചെയ്യാം. റഫേൻ്റെ പഴയ കാലത്തെ ഓർമ്മകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചികഞ്ഞെടുക്കാം കേട്ടോ. റഫ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് റഫ കൂടുതൽ സമയം ഇവിടെ ആയിരുന്നെന്ന്. കാര്യം അമ്മയ്ക്ക് അയാൾക്കും ജോലി ഉണ്ടായിരുന്നു. സോ ഹൗ ഇറ്റ് വാസ് ലൈക്ക് വെൻ യു ഗോ ടു സ്കൂൾ ആൻഡ് കമ്മിങ് ബാക്ക് വിൽ ബി ഹിയർ? Yeah, that time my school was nearby only, like 5 minutes walk. Yeah, once school finish, it will be 11, and I will come directly to this home because that time Mama and Ayah was still at office until 5 p.m. റഫ രാവിലെ 7 മണിക്ക് സ്കൂളിൽ പോകും. സ്കൂളിൽ പോകുന്നത് നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ്. പക്ഷേ വരുമ്പം അയ്യയും അമ്മയും വീട്ടിൽ കാണത്തില്ല. ഒരു 10-11 മണിയാകുമ്പോൾ തന്നെ സ്കൂളിൽ നിന്ന് വരും കേട്ടോ. അപ്പോൾ 1-2 ക്ലാസ് ഒക്കെ അങ്ങനെ ഉണ്ടാവുള്ളൂ കേട്ടോ. Iya, di sini kayaknya bukan, maksudnya di sini kayaknya enggak ada nama Putri. Atau belakang ya? Ada rumah yang di paling belakang juga, Mas. ഒരു ഡെലിവറി ബോയ് വന്നു കേട്ടോ. പുള്ളിക്കാരൻ്റെ വീട് മനസ്സിലായില്ല. റഫയ്ക്കാണെങ്കിൽ ഇവിടുത്തെ ആരെ അറിയത്തില്ല. റഫ എങ്ങനെ വഴി പറഞ്ഞു കൊടുക്കുന്നത്? യു കനോട്ട് സേ ദ റൂട്ട് ബിക്കോസ് യു ഡോണ്ട് നോ എനിവൺ ഹിയർ. You forget. No, because they are new here. I don't know the name. For my family, I will. I know. റഫേൻ്റെ കുടുംബക്കാരെ അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ 7 മണിക്ക് റഫ രാവിലെ സ്കൂളിൽ പോകും. സ്കൂളിൽ പോകുന്ന സമയത്ത് വീട്ടിൽ നിന്നാ പോവുക. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലാരും കാണത്തില്ല. അതുകൊണ്ട് റഫ നിന്നിരുന്ന വീടാണ് നമ്മുടെ നേനയുടെ ഈ സുന്ദരമായ ഈ ഒരു കിളിക്കൂട്ടിലായിരുന്നു റഫ അന്ന് ഉണ്ടായിരുന്നത്. 3 മണിക്ക് പോകും. എങ്ങനെ പോകും? സൈക്കിളിൽ പോകും. സൈക്കിളിലാ പോവാ? Yes. സൈക്കിളിൽ പോകും. Cycling പോകും. സൈക്കിളിൽ പോകും. സൈക്കിളിലാണ് മദ്രസയിൽ കേട്ടോ. 3 മണിക്ക് പോകും, 5 മണിക്ക് വരും. അപ്പോഴത്തേക്കും നമ്മുടെ മമ്മായും അയയെല്ലാം ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ടായിരിക്കും. Here before there is one farm for goat. ഓക്കെ, ഇവിടെ നമ്മുടെ ഗ്രാൻഡ് പാ ആടൊക്കെ വളർത്തിയിരുന്നു കേട്ടോ മുമ്പ്. അപ്പോൾ ആ ഒരു ദൃശ്യം നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും. ഈ വീട് ഇവിടെ, അതിൻ്റെ ഇപ്പുറത്ത് കുറെ ആടുകളും. പിന്നെ നമ്മുടെ ഗ്രാൻഡ് പാക്ക് സ്നേക്സിനെ വളർത്തുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. Snakes was there. ഓക്കെ, സ്നേക്ക് അപ്പുറത്തായിരുന്നു. 2 meter long. 2 meter long. That time I take photo with snakes like this. Do you have photo? No, it's gone. I don't know where. അപ്പോൾ 2 അടി നീളമുള്ള പാമ്പിനെയൊക്കെ നമ്മുടെ അബ്ദുള്ള ഉപ്പ വളർത്തിയിരുന്നതാണ് റഫ പറഞ്ഞത് കേട്ടോ. ആ പാമ്പിനെയൊക്കെ റഫ തോളത്തിട്ടുകൊണ്ട് നടക്കുമായിരുന്നത്. റഫേൻ അതൊക്കെ ഇട്ടുകൊണ്ടായിരുന്നു കളിക്കുന്നത്. But it's not a snake like apa ya? Do you know Having snake? Poison? Yeah, no poison. ഓക്കെ, വിഷമില്ലാത്ത പാമ്പാന്നൊക്കെയാണ് റഫ പറയുന്നത്. ചിലപ്പം ഉപ്പ പറ്റിച്ചായിരിക്കും.
Maybe he joked that there is no poison. All palm have No, poison. no. All palm have visham, right? How many are? Around 6. And sometimes they will also giving birth. അപ്പോൾ 6 ആടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചില സമയം ആടുകൾ പ്രസവിക്കും, അപ്പോൾ കുറേ കുഞ്ഞുങ്ങളുണ്ടാവും. അങ്ങനെ അതിലൊക്കെ ഇവിടെ ഓടിക്കളിക്കും. അതൊക്കെയായിട്ട് റഫേ ഓടിക്കളിക്കും. അതൊക്കെയായിരുന്നു പണ്ടത്തെ പരിപാടികൾ കേട്ടോ. Every morning, he will take the goat out and then for eating grass. അതങ്ങനെ തന്നെയല്ലോ. എല്ലാ വൈകുന്നേരവും ആടിനെ പുല്ല് തിന്നാൻ വിടുമായിരുന്നു. അല്ലാതെ ആടിന് ബിരിയാണി വെച്ച് കൊടുക്കത്തില്ലല്ലോ. No biryani for goat, only grass. പക്ഷേ ആടിനെ വെച്ച് ബിരിയാണി ഉണ്ടാക്കാം. We can make biryani with aad. Aad means apa? Aad means goat. Oh yeah. We can make Mutton biryani, right? Yeah, അപ്പോൾ റഫയ്ക്ക് അറിയാം കേട്ടോ മട്ടൻ ബിരിയാണി. So again 5 p.m. he will get inside the goat. Get inside apa sih maksudnya? ആടിനോട് പറയും ഗെറ്റ് ഇൻസൈഡ്. ആടൊക്കെ ഭയങ്കര എഡ്യൂക്കേറ്റഡ് My English is not. ആ ജനൽ തുറന്നിരിക്കുകയാണ്. ഈ നമ്മുടെ ജനലിന്റെ മുകളിൽ കണക്ക് തടി വെച്ചിട്ട് ഓടൊക്കെ ഇട്ടിട്ട് മറ്റൊരു സംഭവം ഉണ്ട്. സൺഷെയ്ഡ് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞിട്ടില്ല, ആരും പോകരുത്. കാര്യം നമ്മുടെ നേനേന്റെ വീടെല്ലാവരും കണ്ടു. നമ്മുടെ ഗ്രാൻഡ്മായും ഗ്രാൻഡ്പായും തമ്മിൽ കണ്ടുമുട്ടി ആ ഒരു ലവ് സ്റ്റോറിയൊക്കെ ഭയങ്കര രസമാണല്ലോ. നമ്മുടെ നാട്ടിലത്തെ ഉമ്മമാരെ പോലെ തന്നെയാണോ ഇന്തോനേഷ്യയിലെ ഉമ്മമാരെന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ നേനേനെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. ലത്തീഫ. നമ്മുടെ ഗ്രാൻഡ്മായുടെ പേര് ലത്തീഫ എന്നാണ്. Umur 70 lebih. 70 വയസ്സിന് മുകളിലായി നമ്മുടെ ഗ്രാൻഡ്മയ്ക്ക്. Memang ayah sudah kerja di Pusri. പുസരി. ഇവിടെ അടുത്ത് പുസരി എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഫാക്ടറി ഉണ്ട്. കെമിക്കൽ അല്ല, ഫെർട്ടിലൈസർ ഫാക്ടറി, ഈ രാസവളങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഫാക്ടറിയിൽ ജോലി എടുക്കുമായിരുന്നു നമ്മുടെ ഗ്രാൻഡ്മയുടെ ഹസ്ബൻഡ്, നമ്മുടെ ഗ്രാൻഡ് ഫാദർ. അയാ ചിന്ത നേനെ. Tiap hari ayah kesini kan. Nenek kan di rumah tinggi tuh, rumah orang tua nenek kan. Dia sering ke sini. എല്ലാ ദിവസവും ആയ ഇവിടെ നേനെ കാണാൻ വരുമായിരുന്നു എന്നാ പറഞ്ഞേ. സംഗ ചിന്ത നേനയാ. Cinta mati ayah. അയ്യോ മാഷാ അല്ലാഹ്. നേനെ ചാന്തിക്. നേന ആ സമയത്ത് നല്ല സുന്ദരിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴും നല്ല സുന്ദരി തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് നേനേൻ്റെ സൗന്ദര്യം കണ്ട് അതിൽ നമ്മുടെ ഉസ്താദ് ഹോട്ടലിലെ പോലെ നേനേനെ കറക്കി വളച്ചെടുത്തതാണ് നമ്മുടെ വെല്ലുപ്പ. അപ്പം നമ്മുടെ നേനേൻ്റെ കഥ കേട്ടല്ലോ അല്ലേ. ഗ്രാൻഡ്മായും ഗ്രാൻഡ്പായും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് കേട്ടോ. ഗ്രാൻഡ്പായും ഗ്രാൻഡ്മയും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് ഒരു കല്യാണ ഫംഗ്ഷൻ വെച്ചാണ്. അവരുടെ രണ്ടുപേരുടെയും കൂട്ടുകാരൻ്റെയോ ആരുടെ കല്യാണത്തിന് പോയപ്പോഴത്തേക്കും തമ്മിൽ പരിചയപ്പെടുകയും അവർ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി കൊടുക്കും. നമ്മുടെ ഗ്രാൻഡ്മ ഭയങ്കര സുന്ദരിയായിരുന്നു ആ സമയത്ത്. ഗ്രാൻഡ്പായ്ക്ക് ഇഷ്ടം തോന്നി. പിന്നെ അവർ വീട്ടിലേക്ക് ആ കാര്യം അറിയിക്കുകയും വീട്ടുകാർ സമ്മതിച്ചു കൊടുക്കുകയും 1 വർഷത്തിനുള്ളിൽ തന്നെ അവർ കല്യാണം കഴിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഗ്രാൻഡ്മയുടെയും ഗ്രാൻഡ്പയുടെയും കഥ. നമ്മുടെ ഗ്രാൻഡ്മയുടെ ചോദിക്കായിരുന്നു എത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു ഗ്രാൻഡ്പായ്ക്ക്. അപ്പം പറഞ്ഞത് ചിന്ത മാത്തി എന്നാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി മരിക്കും എന്നാണ്. ഇപ്പം എനിക്ക് വേണ്ടി മരിക്കും എന്നാണ് ഗ്രാൻഡ്മ പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം സ്നേഹിച്ച് ജീവിച്ചവരാണ് അവർ കേട്ടോ. 2015 നമ്മുടെ ഗ്രാൻഡ്മയെ ഒറ്റക്കാക്കിയിട്ട് നമ്മുടെ ഗ്രാൻഡ്പ പോയി. ഓക്കെ, ബൈ ബൈ, സൈനിങ് ഓഫ്. ഇന്തോനേഷ്യൻ മരുമകൻ മരുമകൾ.